ആരെങ്കിലും അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്? അതേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ ലൈംഗിക അതിക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ബസ്സിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നതോ വരുന്നതോ സമയത്താണ് KSRTCയിൽ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി. അപ്പം തന്നെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഉപദ്രവിക്കാൻ ശ്രമിച്ചു, മീൻസ് ലൈംഗിക ചുവയോടുകൂടെ എൻ്റെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അപ്പം തന്നെ റിയാക്ട് ചെയ്തു. നല്ല ഇടി കൊടുത്തു. നല്ല ഇടി കൊടുത്തു എന്ന് വെച്ചാൽ നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ഒരാളുടെ കൺസേൺ ഇല്ലാതെ ശരീരത്തിൽ തൊടുക, അതും പബ്ലിക് പ്ലേസിൽ ലൈംഗിക ചേഷ്ട കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആ ഒരു മാറ്റമില്ല. അല്ലല്ല, ട്രാൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. ഒരു സ്ത്രീകളുടെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. 3 പേരടങ്ങുന്ന സീറ്റിൽ ഏറ്റവും അറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. കമ്പിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് ഈ പ്രക്രിയ കാണിച്ചത് എന്നുള്ളതാണ്. കൂടെ ഉള്ള ആരും പ്രതികരിച്ചില്ല? അല്ല, ഈ സംഭവം നടക്കുന്നത് ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ. കാണുന്നില്ല, ഇത് കാണുന്നില്ല. അടിച്ചതിന് ശേഷമാണ് എല്ലാവരും എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു അടി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴേക്കും ആളുകൾ നോക്കിക്കാണും എന്താ അവിടെ ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയമായിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ കുത്തിന് കയറി പിടിച്ച് അയാളെ വിടാതിരിക്കാനായിട്ട് ഒരു വനിതാ കണ്ടക്ടറായിരുന്നു. അപ്പോൾ ഞാൻ മേഡത്തെ വിളിച്ചു. അപ്പം മേഡം വിളിച്ച് സംസാരിച്ചു. അപ്പം കുത്തിനെ പിടിച്ച് നിൽക്കുകയാണ്, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ തള്ളി മാറ്റിയിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി. എൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കുട്ടി മാത്രമാണ് സഹായത്തിന് വന്നതും ഇറങ്ങി വന്ന് നോക്കാനൊക്കെ വന്നു. പിന്നെ അയാളങ്ങ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അയാളെ ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്തവരും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്.